കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അയച്ച മെസ്സേജാണ് ഇത്. ആൻഡ് എനിക്ക് 100% ഉറപ്പാണ് ഇത് ഈ കുട്ടിയുടെ മാത്രം പ്രശ്നമല്ല, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പ്രശ്നമാണെന്ന്. വളരെ പെട്ടെന്ന് ഞാൻ ഇതൊന്ന് വായിക്കാം. സാറേ, ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്നില്ല. മാത്സ് ഡെയിലി വർക്കൗട്ട് ചെയ്യും, എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുന്നുണ്ട്, പക്ഷേ എക്സാം ഹോളിൽ കയറുമ്പോൾ ടെൻഷൻ കാരണം ഒന്നും പൂർണ്ണമായിട്ട് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുമ്പോൾ മാത്സിലൊക്കെ ആണെങ്കിൽ 20ൽ 17, അതായത് ഫുൾ മാർക്കോളം കിട്ടുന്നുണ്ട്. പക്ഷേ മെയിനിലേക്ക്, അതായത് ശരിക്കും ഒരു എക്സാം നടത്തുമ്പോൾ പകുതി മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. സാറേ, ഞാൻ പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, റിസൾട്ട് മാത്രം കിട്ടുന്നില്ല. നാളെ അത് വീണ്ടും ആവർത്തിക്കും. ഇനി ദിവസങ്ങളില്ല സാർ, ഞാൻ എന്താ ചെയ്യുക? ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? അതായത് ഒരു കുട്ടി പഠിച്ചിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സാമിനൊക്കെ നല്ല രീതിക്ക് സ്കോർ ചെയ്തിട്ട് ഒരു മെയിൻ എക്സാം വരുമ്പോൾ തീരെ സ്കോർ ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നു, ടെൻഷനായി പോകുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. അവിടെ നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, എന്താണ് ചെയ്യേണ്ടത്? ഇനിയുള്ള ദിവസം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ബോധം വേണം. നമുക്ക് എന്തറിയാം എന്നുള്ളത് മാത്രമല്ല, എന്തൊക്കെ എനിക്ക് അറിയില്ല എന്നുള്ളൊരു ബോധം കൂടെ നമുക്ക് വേണം. എങ്ങനെ? എനിക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സൊക്കെ അറിയാം, ഏതൊക്കെ അറിയൂല, ഏതൊക്കെ നല്ലോണം അറിയാം, ഈ ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ എന്താണ് പറയുക, ഫോക്കസായി പഠിച്ച് നല്ലൊരു പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകാൻ പറ്റൂ. അതാണ് നിങ്ങൾക്ക് ഇനി മുതൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതൊക്കെ ചാപ്റ്റർ എനിക്കറിയാം, ഏതൊക്കെ ചാപ്റ്റർ എനിക്ക് അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിലോ, ഒരു സിലബസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇതിൽ എല്ലാ വിഷയത്തിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിസ്റ്ററി, ഫിസിക്സ്, ഹിന്ദി, ലാംഗ്വേജ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, മലയാളം സെക്കൻഡ്, ഇങ്ങനെ എല്ലാം ഉണ്ട്. എന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ നോക്കണേ. ഞാൻ മാത്സിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ മാത്സ് ചാപ്റ്റർ 1 പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. ഓക്കെ, പെയേഴ്സ് ഓഫ് ഇക്വേഷൻ. അതിലെ ഇത് സത്യം പറഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിലബസ് ട്രാക്കറാണ്. സിലബസ് ട്രാക്കറാണ്. നിങ്ങൾക്ക് മൊത്തം സിലബസ് ഇത്ര ആണ് പഠിക്കാനുള്ളത്, ഇതിൽ എന്തൊക്കെ എവിടെയൊക്കെ ആയി എന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, പെയേഴ്സ് ഓഫ് ഇക്വേഷൻ മാത്സിൽ ആദ്യത്തെ ചാപ്റ്റർ. ഇവിടെ മാസ്റ്ററി ലെവൽ ഉണ്ടാവും. അതായത് 5 സ്റ്റാർ. നിങ്ങളിപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടാണ് ഇത് പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാർ കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ടേ ഉള്ളെങ്കിൽ 1 സ്റ്റാർ. ഫുള്ള് നിങ്ങൾ സെറ്റ് ആണെങ്കിൽ ഇതിന് 5 സ്റ്റാറും കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും റിമാർക്കുകൾ എഴുതി വെക്കാം. അതായത് ഓക്കെ, ഇത് എനിക്ക് ഏകദേശം ഓക്കെ ആണ്, പക്ഷേ ഇതിൽ 2 ഇക്വേഷൻ വരുമ്പോൾ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ എന്താണ് ഇതൊന്നും കൂടി ബെറ്റർ ആയിട്ട് നോക്കണമെന്നോ, അങ്ങനെ എന്തെങ്കിലും റിമാർക്ക് ചെയ്താൽ. നമ്പർ ഓഫ് റിവിഷൻസ്, അതായത് ഒരു തവണ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബോക്സ് കളർ ചെയ്യാം. 2 തവണ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ബോക്സ് കളർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ, മാത്സിൽ ഈ ചാപ്റ്റർ ഞാൻ 2 തവണ റിവിഷൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ ജോഗ്രഫിയിലെ ഈ ഒരു ചാപ്റ്റർ ഞാൻ 3 തവണ റിവിഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യുക, ഇതിൽ എത്ര ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു എന്നുള്ളതൊക്കെ. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചെറിയൊരു പേപ്പർ ആയിരിക്കും അല്ലേ, നിങ്ങൾക്കിത് ചുമരുമേൽ ചുമ്മാ അങ്ങ് ഒട്ടിച്ചിടാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നിങ്ങളുടെ മാത്സിൻ്റെ ലെവൽ എന്താണ്, ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്താണ്, കെമിസ്ട്രിയുടെ ലെവൽ എന്താണ്. അങ്ങനെ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റുകൾ തമ്മിൽ കമ്പയറും ചെയ്യാം. ഓക്കെ, മാത്സ് ഞാൻ എന്താ ഇത്രയും സെറ്റ് ആക്കിയിട്ടുണ്ട്, അയ്യോ കെമിസ്ട്രി ഇത്ര ആയിട്ടേ ഉള്ളൂ, അപ്പോൾ കെമിസ്ട്രിക്ക് കൂടുതൽ ടൈം കൊടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യം നമുക്ക് എന്തൊക്കെ അറിയില്ല എന്നും അറിയുമെന്നുള്ളതും ബോധം നമുക്ക് വേണം. സോ ഈ ഒരു സാധനം കൊണ്ട്, സിലബസ് ട്രാക്കർ കൊണ്ട് മക്കൾക്ക് വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടും, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എന്തൊക്കെ അറിയില്ല എന്നുള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിക്ക് മുന്നോട്ട് പ്ലാൻ ചെയ്ത് പോവാനും പറ്റും. സാറേ, ഇങ്ങനെ മൊത്തം സാധനം ഞാൻ എഴുതി ഉണ്ടാക്കണോ സിലബസ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ട്? ഒരിക്കലും വേണ്ട, ഒരിക്കലും വേണ്ട. ഈ സാധനം നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത ദിവസം എത്തും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ജസ്റ്റ് ഒന്ന് എന്താണ് സിലബസ് ട്രാക്കർ എന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ എന്ത് കിട്ടും, ഈ സിലബസ് ട്രാക്കർ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് എന്താണ് ചുമരുമല്ല നിങ്ങൾ പഠിക്കുന്നതിൻ്റെ മുന്നിൽ അങ്ങ് ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഓരോന്നും അറിയുന്നു അറിയാത്ത ഒക്കെ കറക്റ്റ് നോട്ട് ചെയ്ത്, ഓരോ റിവിഷൻ കഴിയുമ്പോൾ ഓരോന്ന് നോട്ട് ചെയ്ത് നോക്കടാ, അങ്ങനെ നോട്ട് ചെയ്ത് കളറെടുത്ത് ഓ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ ഞാൻ 5 തവണ റിവിഷൻ നടത്തി, വാവ് പവർഫുൾ. അപ്പോൾ ഭയങ്കര രസമായിരിക്കൂലേ, അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാറേ ഇതിനെന്തോ പൈസ കൊടുക്കണോ? ചിലപ്പോൾ എന്തോ 50, 10, 20, 30, ഒരു പൈസയും കൊടുക്കണ്ട. ഇത് നിങ്ങൾ വരാൻ പോകുന്ന ദിവസം നല്ല രീതിയിൽ ഫോക്കസായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എഡ്യൂപോർട്ട് നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആയിട്ട് തരുന്ന സാധനമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് സിലബസ് ട്രാക്കറിന് കമൻറ്റ് ചെയ്യുക, ആൻഡ് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? സോ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഫോക്കസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. അത് നിങ്ങൾ റെഡിയാണ് എന്ന് വിശ്വസിക്കുന്നു. ആരും ഈ ഒരു സാധനം മിസ്സാക്കരുത്. ഒരു ഗെയിം ചേഞ്ചിങ് സാധനം തന്നെ ആയിരിക്കും ഇത്, ഉറപ്പായിട്ടും. സോ സി യു, ബൈ.